ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനത്തിന് ലഭിക്കുന്നത്. ഒരാളുടെ ചിന്ത വല്ലാതെ ഇടുങ്ങിപ്പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? അയാൾ തനിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചു തുടങ്ങുമ്പോൾ. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിൽ തന്നിലേക്ക് മാത്രമായി അയാൾ ഒതുങ്ങിപ്പോകും. അപ്പോഴാണ് അയാളെ ആശ്രയിച്ച് കഴിയുന്നവരുടെ നന്മയെ ബലി കൊടുത്തുകൊണ്ടും സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ അയാൾ പ്രേരിതനാകുന്നത്. അതിനുള്ള ഒരു ജീവിത സാക്ഷ്യം പോലെയാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ജെറോബോവാം എന്ന രാജാവിനെ നമുക്ക് കണ്ടുമുട്ടാനാവുന്നത്. സോളമൻ രാജാവിൻ്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നുണ്ട്. റഹോബോവാം യൂദായുടെ രാജാവായി മാറിയപ്പോൾ ജെറോബോവാം ശേഷമുള്ള 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേലിൻ്റെ രാജാവായി മാറി. പക്ഷേ റഹോബോവാം ഭരിച്ചിരുന്ന യൂദയ ദേശത്തിൻ്റെ പരിധിയിലായിരുന്നു ജെറുസലേം ദേവാലയം. യഹൂദർക്ക് ആരാധനാലയമായി ജെറുസലേം ദേവാലയം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽ ജനം ആരാധനയ്ക്കായി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയാൽ അവരുടെ ഹൃദയം തനിക്കെതിരെ തിരിയുകയും ജനം തന്നെ വധിച്ചിട്ട് റഹോബോവാമിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമോ എന്ന് ജെറോബോവാം ഭയപ്പെട്ടു. അതൊഴിവാക്കാൻ വേണ്ടിയാണ് അയാൾ ബേഥേലിലും ദാനിലും ദേവന്മാർക്ക് വേണ്ടി പൂജാഗിരികൾ നിർമ്മിച്ചതും സ്വർണ്ണ കാളക്കുട്ടികളെ നിർമ്മിച്ച് ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചത്. ജെറോബോവാം തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചതുകൊണ്ടാണ് ജനത്തിൻ്റെ നാശത്തിന് കാരണമാവും എന്നറിഞ്ഞിട്ടും പുതിയ ദേവന്മാരെ ഉരുവാക്കിയതും അവയെ ആരാധിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചതും. ജെറോബോവാമിൽ പ്രകടമായ സ്വാർത്ഥതയുടെ എതിർപക്ഷത്താണ് സുവിശേഷത്തിൽ യേശു കാണപ്പെടുന്നത്. തന്നോടൊപ്പം 3 ദിവസം ചിലവഴിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ വഴിയിൽ തളർന്നു വീണേക്കുമോ എന്നതാണ് അവൻ്റെ ആകുലത. അവരെക്കുറിച്ചുള്ള കരുതലിൽ നിന്നാണ് അപ്പം വർദ്ധിപ്പിക്കലെന്ന അതിശയമൊക്കെ സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനയിലേക്ക് നോക്കാൻ ഒരാൾ പ്രകടിപ്പിച്ച ശ്രദ്ധ എത്ര പേരെയാണ് ആശ്വസിപ്പിച്ചത്. അപ്പം പെരുകിയതിൻ്റെ അത്ഭുതം എന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ അതിശയമാണത്. യഥാർത്ഥത്തിൽ ഒരാളുടെ ഹൃദയത്തിന് എത്രത്തോളം വലുതാകാനാവും എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. മറ്റുള്ളവരെക്കുറിച്ച്, അവരുടെ വ്യഥകളെക്കുറിച്ച് കരുതലുള്ളയാൾ ചെയ്യുന്നതൊക്കെയും അതിശയങ്ങളായിരിക്കും. യേശുവിൻ്റെ അതിശയങ്ങൾ അങ്ങനെയുള്ളതായിരുന്നില്ലേ? യേശു ചെയ്ത അത്ഭുതങ്ങൾ ദൈവപുത്രൻ എന്ന നിലയിൽ ചെയ്തത് എന്നതിനേക്കാൾ കണ്ടുമുട്ടിയവരോടുള്ള കരുതൽ കൊണ്ട് ചെയ്തു പോയത് എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. അവൻ്റെ ഹൃദയത്തിലെ സ്നേഹാധിക്യത്തിൻ്റെ ഊർജമാണ് അരികിൽ വന്നവരെയൊക്കെയും സുഖപ്പെടുത്തിയത്. അപരൻ്റെ നോവിൽ കരുണ തോന്നുന്നവന് ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കാതിരിക്കാനാവില്ലല്ലോ. അയാൾക്ക് ഒരു അതിശയമാവാതെ തരമില്ലല്ലോ. ജെറോബോവാമും യേശുവും എൻ്റെ ഹൃദയത്തിൻ്റെ 2 സാധ്യതകളാണ്. എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ജെറോബോവാമിനെ പോലെ ഹൃദയം കൊണ്ട് ചെറുതാകാനും, മറ്റുള്ളവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് യേശുവിൻ്റെ ഹൃദയത്തോളം വലുതാവാനും എനിക്ക് കഴിയും. എൻ്റെ ജീവിതം കൊണ്ട് ഇതിൽ ഞാൻ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നതാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യം. സ്തുതിയായിരിക്കും.